വരും നമുക്ക് കുറച്ചു നേരം ഹിന്ദി പഠിക്കാം അല്ലേ. അപ്പൊ നമ്മുടെ ഓണപരീക്ഷയ്ക്ക് ശേഷം നമുക്ക് ആദ്യമായിട്ട് വരുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് ബാരിഷ് കെ ബാദ്, അതായത് മഴയ്ക്ക് ശേഷം എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് അല്ലേ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. അതിൽ നിന്നും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട 2 ക്വസ്റ്റ്യനുമായിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. അപ്പൊ നോക്കാം നമുക്ക്. അപ്പൊ ബാരിഷ് കെ ബാദിനെ കുറിച്ച് നിങ്ങൾ കുറച്ച് നന്നായിട്ടൊന്ന് അറിഞ്ഞിരിക്കണം അല്ലേ. അതിൽ 2 കഥാപാത്രങ്ങളാണ് നമുക്ക് ഉണ്ടായിരുന്നത്. ആരൊക്കെയായിരുന്നത്? ഒന്ന് ഗുട്ടലിയും പിന്നെന്താണ്, ഒന്ന് ഗുട്ടു അല്ലേ. അവർ 2 പേരും എന്താണ്, 2 പേരും നല്ല കുസൃതിക്കുട്ടന്മാരാണ്, കുരുത്തക്കേടല്ലാതെ കളിക്കൂലേ. അപ്പൊ അവർ ചെയ്തിട്ടുള്ള ഒറ്റൊരു കുസൃതി എന്ന് പറയുന്നത് എന്താണ്? ഒന്നാമത്തെ കാര്യം എന്താണ്? അവര് നാവ് ഉണ്ടാക്കുകയാണ്, ഒരു തോണി ഉണ്ടാക്കുകയാണ് അല്ലെ. കടലാസ് കൊണ്ടാണോ ഉണ്ടാക്കിയത്? അല്ല, പത്തേനെ കൊണ്ട്, ഒരു ഇലേനെ കൊണ്ട് ഒരു തോണിയൊക്കെ ഉണ്ടാക്കിയിട്ട് ആ തോണി അങ്ങ് ഒഴുക്കി വിടുകയാണ്. പക്ഷേ വേറൊരു ട്വിസ്റ്റ് അതിലുണ്ട്. ഈ തോണി വെറുതെ ആണോ കൊണ്ടുവിട്ടത്? അല്ല, അതിൽ 4 യാത്രക്കാരെ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ആരൊക്കെയാണത്? നോക്കിക്കേ. ഒരു ചീണ്ട ഉണ്ടായിരുന്നു, ഒരു ഉറുമ്പ് ഉണ്ടായിരുന്നു, പിന്നെ കേച്ചുവ എന്ന് പറയുന്ന നമ്മുടെ മണ്ണിര ഉണ്ടായിരുന്നു, പോരാത്തതിനൊരു മേണ്ടക്ക്, ഒരു തവളേനും കയറ്റി വെച്ചിട്ടുണ്ട്, പിന്നെ പേരറിയാത്തൊരു ജീവിയിൽ, അതായത് ലാൽ കാല കീട എന്നാണ് നമ്മൾ പറയുന്നത്. എന്താണ്? റെഡും ബ്ലാക്കും കളറുള്ള ഒരു ടൈപ്പ് ഓഫ് കീട, ഒരു പ്രാണിയും ഇതിൻ്റെ മുകളിൽ ഉണ്ടായിരുന്നു അല്ലേ. അപ്പം ഇവർ 4 ആൾക്കാരെയും വെച്ചിട്ട് നമ്മുടെ ഗുട്ടും ഗുട്ടലിയും എന്ത് ചെയ്യാണ്? ആ ബോട്ട് അങ്ങ് ഒഴുക്കി വിടുകയാണ്, നാവങ്ങ് ഒഴുക്കി വിടുകയാണ്. പക്ഷേ ആ ഒഴുക്കി വിടുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ നാവിന് എന്ത് പറ്റാണ്? അത് പെട്ടെന്ന് മറിഞ്ഞു പോവുകയാണ് അല്ലേ. ആ മറിഞ്ഞു പോയ സമയത്ത് നമ്മുടെ ഈ ഓരോ ജീവികൾക്കും എന്ത് പറ്റി എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് നമുക്ക് ടെക്സ്റ്റിൽ തന്നെ തന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അപ്പം അതാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പം മക്കൾ നന്നായിട്ട് ശ്രദ്ധിച്ച് നോക്കാം കേട്ടോ. അപ്പം നോക്കിക്കേ. അപ്പോൾ ഓരോ ജീവികളും അല്ലേ, ആ ജീവികളൊക്കെ മരിച്ചു പോയിട്ടുണ്ടാവോ, ചത്തുപോയിട്ടുണ്ടാവോ, അല്ലെങ്കിൽ അതിന് വേറെ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവോ എന്നുള്ളതൊക്കെ നമ്മുടെ ടെക്സ്റ്റിൽ നമ്മൾ പറയുന്നുണ്ട് അല്ലേ. നോക്കിക്കേ. പത്തേക്ക് നാവ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ഇലയുടെ തോണി പല്ലട്ടിനെ എന്ന് വെച്ചാൽ എന്താണ്? മറിഞ്ഞു പോവുക അല്ലെ. മറിഞ്ഞു പോയപ്പോൾ ക്യാ ഹുവ, എന്ത് പറ്റി? ആ മറിഞ്ഞ സമയത്ത് ഓരോ ജീവികൾക്കും അല്ലെങ്കിൽ നമ്മുടെ ഗുട്ടലിക്കും ഗുട്ടുവിനും ഒക്കെ എന്ത് പറ്റി എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം അല്ലേ. ജോഡ്കർ ലിഖേ, അതെന്താണ്? ആ ശരിയായ കാര്യങ്ങൾ നമ്മൾ ഓരോന്നും മാച്ച് ചെയ്തിട്ട് എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പം നമുക്ക് ഓരോ സംഭവങ്ങളും തന്നിട്ടുണ്ട്, അതിന് മാച്ച് ആയിട്ടുള്ള ആളെ നമ്മൾ ഈ ഭാഗത്തുനിന്ന് എഴുതണം അല്ലേ. നോക്കിക്കേ. ഫസ്റ്റ് നമുക്ക് തന്നിട്ടുള്ളത് ചീണ്ടയാണ്. ചീണ്ടെന്ന് വെച്ചാൽ ഉറുമ്പായിരുന്നു അല്ലേ. നമ്മുടെ ഉറുമ്പിന് എന്തായിരുന്നു പറ്റിയിട്ടുണ്ടായിരുന്നത്? അവൻ മുങ്ങിപ്പോയോ? ഇല്ല, അവൻ എങ്ങനെയൊക്കെയോ ഒരു ചില്ലയിലൊക്കെ പിടിച്ച് കയറി രക്ഷപ്പെടുന്നുണ്ട് അല്ലേ. അപ്പൊ അത് ഏതാണ് നമ്മുടെ ആൻസർ? നോക്കിക്കേ. മക്കളും എൻ്റെ കൂടെ തന്നെ നോക്കിക്കോളാം കേട്ടോ. നോക്കിക്കേ. എന്താണ്? പാനി മേ തൈർകർ ടഹനി പർ ആ ഗയാ. നമ്മുടെ ചീണ്ട എന്താ ചെയ്തത്? പാനി എന്ന് വെച്ചാൽ എന്താണ്? വെള്ളമാണ് അല്ലേ. വെള്ളത്തിൽ തൈർക്കർ എന്ന് വെച്ചാൽ എന്താണ്? നീന്തിയിട്ട് അല്ലേ. വെള്ളത്തിൽ നീന്തിയിട്ട് അവൻ എങ്ങനെയൊക്കെയോ എന്ത് ചെയ്തു? ടഹനി എന്ന് വെച്ചാൽ എന്താണ്? ചില്ല അല്ലേ. മരച്ചില്ല അല്ലെങ്കിൽ എന്തിനെങ്കിലും ഒരു ചില്ല, അതിനാണ് നമ്മൾ ടഹനി എന്ന് പറയുന്നത് അല്ലേ. ഒരു ബ്രാഞ്ചിൽ പർ ആ ഗയ, ഒരു ബ്രാഞ്ചിൽ പിടിച്ച് കയറുകയാണ് ആര്? നമ്മുടെ ചീണ്ട. അപ്പൊ ഒന്നാമത്തതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഈ ഭാഗത്തെ രണ്ടാമത്തതാണ് അല്ലേ. രണ്ടാമത്തെ സെന്റൻസ് ആണ് ആൻസർ. ഓക്കെ, സെറ്റ് ആയിട്ടുണ്ട്. അടുത്ത് നോക്കിക്കേ. അടുത്തത് നമ്മുടെ ലാൽ കാല കീട അല്ലേ. ആ റെഡും ബ്ലാക്കും, പേരറിയാത്ത റെഡും ബ്ലാക്കും ഉള്ള ഒരു ജീവി ഉണ്ടായിരുന്നു, ഒരു പ്രാണി ഉണ്ടായിരുന്നു. ആ പ്രാണിക്ക് എന്ത് പറ്റി എന്നാണ് ചോദ്യം അല്ലേ. ആ പ്രാണിക്ക് എന്തായിരുന്നു പറ്റിയിട്ടുണ്ടായിരുന്നത്? അതിന് ഫസ്റ്റ് ഒന്നും നമ്മളെ ഗുട്ടലി കണ്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇലയുടെ അടിയിൽ നിന്നും അത് പൊങ്ങി വരുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പൊ നോക്കിക്കേ. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? പത്തേക്ക് നാവ് കെ നീച്ചെ ദിഖായി പടാ. പത്തേക്ക് നാവ് എന്ന് വെച്ചാൽ എന്താണ്? ഇല കൊണ്ടുണ്ടാക്കിയ ആ തോണിയുടെ നീച്ചെ എന്ന് വെച്ചാൽ എന്താണ്? താഴെ ദിക്കായി പടാ, കാണപ്പെട്ടു എന്നുള്ളതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, സെറ്റ്. രണ്ടാമത്തതും സെറ്റ് ആയിട്ടുണ്ടേ. അടുത്ത് നോക്കിക്കേ. ഗുട്ടു ഓർ ഗുട്ടലി. ആ സമയത്ത് ഇതൊക്കെ മറിഞ്ഞു വീണ സമയത്ത് നമ്മുടെ ഗുട്ടും ഗുട്ടലിയും അത് എന്താണ് മറിഞ്ഞോട്ടെ എന്ന് പറഞ്ഞ് നിൽക്കുകയാണോ ചെയ്തത്? അല്ല, അവരതിന് പുറകെ ഓടിയിട്ടുണ്ടായിരുന്നു അല്ലേ. എങ്ങനെയെങ്കിലും അവരൊക്കെ ഒന്ന് രക്ഷിക്കണം എന്നുള്ള രീതിയിൽ അവർ ഓടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്താണ്? ഉൾട്ടി ബഹത്തി നാവ് കെ പീച്ചെ ഭാഗേ എന്നുള്ളതാണ് നമ്മുടെ ആൻസർ. നോക്കിക്കേ. ഉൾട്ടി ബഹത്തി, മറിഞ്ഞു തിരിഞ്ഞ്, ബഹത്തി ഒഴുകുന്ന, നാവ് കെ പീച്ചെ തോണിയുടെ പുറകെ, ഭാഗേ ഓടി എന്നുള്ളതാണ് നമ്മുടെ ആൻസർ അല്ലേ. ഇനി അവസാനം ഒറ്റ ആൻസറേ ഉള്ളൂ മിസ്, അത് ഞങ്ങൾക്ക് അറിയാം അല്ലേ. എന്നാലും മിസ് പറയാണ്. നോക്കിക്കേ. എന്താണ്?
കേച്ചുവ അല്ലെ, നമ്മുടെ മണ്ണിരയ്ക്ക് എന്താ പറ്റിയത്? അവന് നീന്താനൊക്കെ അറിയുന്ന ഒരു കൂട്ടത്തിലാണ്. അപ്പൊ അവൻ എന്ത് ചെയ്തു? നമ്മുടെ ആ പാനിയുടെ വെള്ളത്തിന്റെ അടിയിലേക്ക് അങ്ങ് ഒഴുകി പോവുകയാണ് ചെയ്തത്, നീന്തി പോവുകയാണ് ചെയ്തത് അല്ലെ. അപ്പൊ കേച്ചുവ പാനിക്ക് അന്തർ, വെള്ളത്തിന്റെ അന്തർ എന്ന് വെച്ചാൽ എന്താണ്? അടിയിലേക്ക്, ഉള്ളിലേക്ക് ചലാഗയ, പോയി എന്ന് പറയുന്നതാണ് നമ്മുടെ ആൻസർ അല്ലെ. അപ്പൊ ഈ ഒരു കാര്യം മക്കൾ എന്തായാലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കണം കേട്ടോ. ഇനിയും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു കാര്യം കൂടി ഈ ഒരു പാഠഭാഗത്തിലുണ്ട്. അതാണ് ഇത്. നോക്കിക്കേ, എന്താണ് ഇത്? നിങ്ങൾക്ക് എക്സാമിനും, നമ്മുടെ ക്രിസ്മസ് എക്സാമിനും ഇതേപോലെയുള്ള ഇതേ ടൈപ്പുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ വേണ്ടി സാധ്യത ഉണ്ട്. അതുകൊണ്ട് ഇതെങ്ങനെയാ ചെയ്യുന്നത് മക്കൾ ശ്രദ്ധിച്ചിരുന്നോളാം കേട്ടോ. നോക്കിക്കേ, കഹാനിക്ക് ആധാർ പർ, കഹാനി നമ്മുടെ സ്റ്റോറിയുടെ ആധാർ പർ, അതിൻ്റെ അടിസ്ഥാനത്തിൽ സഹി, സഹി എന്ന് വെച്ചാൽ എന്താണ്? ശരിയായത് എന്നുള്ള അർത്ഥം കേട്ടോ. ഗലത്, ഗലത് എന്ന് വെച്ചാൽ എന്താണ്? തെറ്റായത് എന്നുള്ള അർത്ഥം കേട്ടോ. അപ്പൊ ശരിയായതും തെറ്റായതും എന്ത് ചെയ്യാനാ പറയുന്നത്? നിഷാൻ ലഗായെ, നിഷാൻ ലഗാന എന്ന് വെച്ചാൽ എന്താണ്? അടയാളപ്പെടുത്താനാണ് പറഞ്ഞത്. അതായത് നിങ്ങൾ ടിക്ക് ശരിയാണെങ്കിൽ ഇവിടെ ടിക്ക് ഇടുക, അല്ലെങ്കിൽ തെറ്റാണെങ്കിൽ എന്തിടുക? തെറ്റ് എന്നുള്ള ഈ അടയാളം ഇട്ടോളാം. ഇതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഓരോന്നും നോക്കാൻ ശ്രദ്ധിച്ചോളാം. നോക്കിക്കേ, ബച്ചേ ദോസ്തി മേ മസ്ത് രഹത്തെ ഹേ, നമ്മുടെ ഗുട്ടലിയും ഗുട്ടും ദോസ്തി എന്ന് വെച്ചാൽ എന്താണ്? ഫ്രണ്ട്ഷിപ്പ് ആണല്ലേ. അവർ രണ്ടാളും ഭയങ്കര ഫ്രണ്ട്സ് അല്ലേ. ആ ഫ്രണ്ട്ഷിപ്പിൽ മസ്ത് രഹത്തെ, മസ്ത് രഹന എന്ന് വെച്ചാൽ എന്താണ്? അതിൽ എൻജോയ് ചെയ്ത്, ആ ഫ്രണ്ട്ഷിപ്പ് അവർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ആസ്വദിച്ച് ജീവിക്കുന്ന രണ്ടാൾക്കാരാണ്. ആണോ? അല്ലേ? അവർ രണ്ടാളും ഫ്രണ്ട്സ് ആയതുകൊണ്ടാണ് ഈ മഴയത്ത് ഇങ്ങനെ കളിക്കാനൊക്കെ ഇറങ്ങുന്നത് അല്ലേ. അപ്പൊ ഇത് എന്താണ്? ശരിയായിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പൊ മക്കളെ എന്ത് ചെയ്തോളാം? ടിക്കിട്ട് വെച്ചോളാം. ഓക്കെ, അടുത്ത നോക്കണേ. ബച്ചേ ബാരിഷ് മേ ഗേൽത്തേ ഹേ, കുട്ടികൾ മഴയത്ത്, ബാരിഷ് മേ ഗേൽത്തേ ഹേ, മഴയത്ത് കളിക്കുന്നു എന്നുള്ളതാണ്. അത് ശരിയാണോ തെറ്റാണോ? പലർക്കും ഇത് തെറ്റാൻ ചാൻസ് ഉണ്ട്. കുട്ടികള് മഴയത്താണോ കളിച്ചത്? മഴയ്ക്ക് ശേഷമാണോ കളിച്ചത്? മഴയ്ക്ക് ശേഷമാണല്ലേ. നമ്മുടെ പാഠത്തിന്റെ പേര് എന്താണ്? ബാരിഷ് കേ ബാദ് എന്നുള്ളതാ അല്ലേ. അവർ മഴയത്തൊന്നും കളിക്കാൻ പോയില്ല, മഴയ്ക്ക് ശേഷം കളിച്ചവരാണ്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ, ഈ ഒരു സംഭവം, ഈ ഒരു സെന്റൻസ് എന്ന് പറയുന്നത് എന്താണ്? തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. മക്കൾ എന്താണ്? തെറ്റ് എന്നിട്ടോളം അല്ലെ. ബച്ചേ ബാരിഷ് മേ ഗേൽത്തേ ഹേ, ബാരിഷ് മഴയത്ത് കളിക്കുന്നു എന്ന് പറയുന്നത് എന്താണ്? തെറ്റാണ്. ഓക്കെ, സെറ്റ്. ഇനി അടുത്ത നോക്കിക്കേ. അടുത്ത എന്താണ്? ബച്ചേ കാഗസ് കി നാവ് ബനാത്തെ ഹേ, കുട്ടികൾ, കാഗസ് എന്ന് വെച്ചാൽ എന്താണ്? പേപ്പർ ആണ് അല്ലെ. പേപ്പറാണ്, കടലാസാണ്. കാഗസിന്റെ നാവ്, പേപ്പറിന്റെ തോണിയാണ് ഉണ്ടാക്കിയത്. ശരിയാണോ തെറ്റാണോ? അല്ല, നമുക്ക് അറിയുന്ന കാര്യമാണ്. എന്താണ്? അവര് പത്തേനോണ്ടാണ്, ഇല കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് നമ്മുടെ തോണി അല്ലെ. അപ്പൊ എങ്ങനെയാ പേപ്പറിനോണ്ടാവുക അല്ലെ. അപ്പൊ അത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ മക്കളെ എന്താണ്? തെറ്റ് എന്ന് ഇട്ട് വെച്ചോളാം. അടുത്ത് നോക്കിക്കേ. പത്തേക്ക് നാവ് പലട് ജാത്തി ഹേ, നമ്മൾ പഠിച്ച കാര്യമാണോ എന്ത്? നമ്മുടെ കുറേ കഴിഞ്ഞപ്പോൾ ഒരുപാട് യാത്രക്കാരുണ്ടല്ലേ, ഒരുപാട് യാത്രക്കാരെയും വെച്ചിട്ടൊരു ഇലയുടെ ബോട്ടാണോ, ഇലയുടെ തോണിയാണ് പോയത്. കുറച്ച് കഴിഞ്ഞപ്പോൾ അതെന്തായിട്ടുണ്ടായിരുന്നു? പലട് ഗയ, മറിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ നോക്കിക്കേ, പത്തേക്ക് നാവ്, ഇലയുടെ ആ ഒരു തോണി, പലട് ജാത്തി ഹേ, മറിഞ്ഞു പോകുന്നു. ശരിയാണോ തെറ്റാണോ? ശരിയായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ടിക്കറ്റ് കൊടുത്തു. ഇനി ആകെ 2 ക്വസ്റ്റ്യനുള്ളൂ. നോക്കിക്കേ, ഗോകുൽ ഗായ് ബർസാത്തി മോസം മേ ദിഖ്തി ഹേ, നമ്മുടെ പാഠത്തിന്റെ അവസാന ഭാഗത്ത് എന്തുണ്ട്? നമ്മുടെ ഗുട്ടലിയും ഗുട്ടും കൂടി ഗോകുൽ ഗായ് എന്ന് പറഞ്ഞിട്ട് ഒരു വെൽവെറ്റ് ഒക്കെ പോലെയുള്ള ഒരു പ്രാണീനെ പിടിക്കാൻ പോകുന്നുണ്ട് അല്ലേ. അവര് പറയുന്നുണ്ട് ഒരു കാര്യം, ഇതിന് മഴയത്ത് മാത്രമേ കാണാൻ കിട്ടുള്ളൂ എന്നുള്ളത് അല്ലേ. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. നോക്കിക്കേ, എന്താണ്? ഗോകുൽ ഗായ് എന്ന് പറയുന്ന ആ പ്രാണി ബർസാത്തി മോസമ്മേ, മഴയുള്ള കാലത്ത്, മഴയുടെ സീസണിൽ മാത്രം ദിഖ്തി ഹേ, കാണുന്നു എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള ഒരു ആൻസർ ആണ്. ഓക്കെ, ടിക്കിട്ടു. ഇനി അവസാനത്തതാണ്. അവസാനത്തെ എന്താണ്? കീച്ചഡ് മേ ഗിർനെ പർ ഗുട്ടു രോത്താ ഹേ, നമ്മുടെ ഗുട്ടു ചളിയിൽ വീണ സമയത്ത് ഫസ്റ്റ് അവൻ എന്താ ചെയ്തത്? അയ്യോ അമ്മേ എന്ന് പറഞ്ഞ് കരഞ്ഞോ? ഇല്ല, അവൻ എന്താ ആദ്യം ചെയ്തത്? ചിരിക്കുകയാണ് ചെയ്തത് അല്ലേ. നമ്മുടെ ഗുട്ടലിയും ഗുട്ടും ഒക്കെ നിന്ന് ചിരിക്കുകയാണ്. അവൻ ഇങ്ങനെ കരഞ്ഞു പിഴിയുന്ന കുട്ടികളെ കൂട്ടത്തിലൊന്നല്ല, അവൻ ചിരിക്കുന്ന കൂട്ടത്തിലാണ് അല്ലേ. അപ്പൊ നമ്മുടെ ഗുട്ടു എന്താ ചെയ്തത്? ചിരിക്കുകയാണ് ചെയ്തത്. പക്ഷെ ഇവിടെ എന്താ മക്കൾക്ക് തന്നിട്ടുള്ളത്? കീച്ചടുമേ, ചളിയില്, ഗിർനെ പർ, വീണ സമയത്ത്, ഗുട്ടു രോത്താ ഹേ, ഗുട്ടു കരഞ്ഞു എന്ന് പറയുന്നത് ശരിയാണോ തെറ്റാണോ?
തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്, അവൻ ചിരിക്കുകയാണ് ചെയ്തത് അല്ലേ. അപ്പൊ എന്താണ് ഇത് മക്കള്, തെറ്റാണ് എന്നുള്ളത് ടിക്ക് ഇടുകയാണ്. ഓക്കെ സെറ്റ്. അപ്പൊ ഇതെന്തായാലും ഈ 2 ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾക്ക് എക്സാമിനും ചോദിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇതേപോലത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിട്ട് മിസ് ഇനിയും വരുന്നതായിരിക്കും. ഓക്കെ ബൈ.